ഇത് കളിച്ചിട്ട് കിട്ടിയതാ? നോക്കട്ടെ. ആള് ഭാഗ്യമുള്ളവനാണല്ലോ. എന്ത് ഭാഗ്യം! 3 നറുക്കിൽ വലിയ എണ്ണ 6. എങ്ങനെ കുട്ടിയാലും 18 കിട്ടും. 23 എടുത്തു തന്നതാ. അപ്പൊ ഒത്തുകളിയാ? അങ്ങോട്ടാ തിരിച്ചു കൊടുക്കണം. തരൂല്ല. ശരവാ അവിടേക്ക് എന്താണ് എനിക്കൂടെ കാര്യം? എന്റെ ഫ്ലാസ്ക് തന്നയ്ക്കും തന്നയ്ക്കും പറക്കാത്ത ഹമുക്കെ. കുറച്ചു കാലമായി നീ എന്റെ മോടെ പിന്നാലെ മണപ്പിച്ച് നടക്കണം. അറിഞ്ഞോളെ തന്നെ. ഈ വീടിന്റെ നിറം നീ തകച്ചു കണ്ടിട്ടില്ല. പുറത്ത് ഉമ്മ ഉമ്മ നിന്റെ അഹമ്മദ് കണ്ട ആൺകുട്ടന്മാരോട് കൂത്തു പറയാ. എന്താണ്ട ബാബുവേ? മണിക്കൂർ കഴിഞ്ഞാൽ ഐശ്വര്യ ബമ്പർ, സിക്കിം ബമ്പർ, മണിപ്പൂർ ബമ്പർ, കർണാടക ബമ്പർ, നാഗാലാൻഡ് ബമ്പർ, ആന്ധ്ര ഡീലക്സ്, ആന്ധ്ര ലക്ഷ്മി ബമ്പർ എന്നിവ നറുക്കെടുപ്പാണ് ഫലപ്രഖ്യാപനമാണ്. വണ്ടി അവിടെ ഉണ്ടാവും. ഷോർട്ട് ടിക്കറ്റ് വാങ്ങാനാ ഈ പെണ്ണിന്റെ ഒരു ഭ്രാന്തേ. അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാ? ആർക്കാ ഈ ഭ്രാന്തില്ലാത്തത്? ഞാനും വാങ്ങി വെച്ചിരുന്നു. ഒക്കെ ചീന്തിട്ട് കളഞ്ഞു. പിന്നെ ലക്ഷം ലക്ഷം കേൾക്കുമ്പം എടാ നിന്റെ മുതലാളി അത്താണി ഓഫീസിനോടൊന്ന് പറ. ഈ തെരുവിൽ ഇനി വണ്ടി വന്നാൽ കത്തിച്ചു കളയുന്നു. പോടാ വിട്ടോ വരീടാ. നീനമോളെ എങ്കിലും സ്റ്റേഷനിൽ കാണുമെന്ന് ഞാൻ കരുതി. ഞാൻ ഒരുങ്ങിയതാ മോളെ. നിന്റെ പപ്പ പറഞ്ഞു അവൻ പോകാമെന്ന്. അലക്സ് വന്നില്ലേ? അവൻ എന്തോ തിരക്കിപ്പെട്ട് കാണും. നിന്റെ പപ്പയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. അതെല്ലാം മേലെ മുറി കൊണ്ടുവച്ചേക്കെ. വാ മോളെ. മോള് കിടന്നില്ലേ? പപ്പ വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അവൻ വരാൻ ഇനിയും വൈകും. ആന്റി ഒന്നും കഴിച്ചില്ലല്ലോ. അലക്സ് വരട്ടെ. അല്ലെങ്കിലും എനിക്ക് വിശപ്പില്ല. ചാർലിയുടെ വീട്ടിലെ കാര്യം ആന്റി എഴുതിയിരുന്നല്ലോ. ജോസേട്ടൻ അന്വേഷിച്ച് അവിടെ പോലീസ് വരാറുണ്ടെന്ന്. ആന്റി ആ വീട്ടിൽ പോയിരുന്നു? ഏയ് ഇല്ല. അവരാരും ഇങ്ങോട്ട് വരാറില്ലേ? കഴിഞ്ഞതെല്ലാം മറന്ന നിന്റെ പപ്പ ജീവിക്കുന്നത്. ലാസർ ചേട്ടന് പണമില്ലെങ്കിലും അഭിമാനമുള്ളവന്. ഞാനിന്ന് മോക്കറിയാമോ, ഞങ്ങളുടെ അപ്പൻ മുഴുകുടിയനായിരുന്നു. പഴയ രക്ഷാക്കാരന്റെ സ്വഭാവം. വീട്ടിലെന്നും വഴക്ക. അന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ലാസർ ചേട്ടനായിരുന്നു ഒരു സഹായം. അലക്സിനെ പഠിപ്പിക്കാനും വീട് പുലർത്താനും. ആ നന്ദി എല്ലാം അറിയാവുന്ന നിന്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. അവള് പോയപ്പോ നിന്റെ അപ്പന്റെ സ്വഭാവം മാറി. ആ ബന്ധവും മുറിഞ്ഞു. ഇല്ല ആന്റി, ആ ബന്ധം മുറിയില്ല. അവരെ ആരെയും ഞാൻ മറക്കില്ല. പപ്പ, രഘു കൊണ്ടുവന്ന ചെക്കിലെല്ലാം നീ ഒപ്പിട്ട് കൊടുത്തോ? പിന്നെ നാളെ കഴിഞ്ഞ രജിസ്ട്രേഷൻ ഉണ്ട്. ബസ് സ്റ്റാൻഡിന് അപ്പുറത്തുള്ള നമ്മുടെ സ്ഥലം വിൽക്കാൻ പോവുക. അതിലും നീ ഒപ്പിട്ട് കൊടുക്കണം. അലക്സേ, വന്ന് വല്ലതും കഴിക്കേ. ഞാൻ കഴിച്ചതാ. പപ്പയ്ക്ക് ചെക്ക് ഒപ്പിടാൻ മാത്രമേ എന്നെ ആവശ്യമുള്ളൂ. ഹോസ്റ്റലിൽ മറ്റു കുട്ടികളെ രക്ഷിതാക്കൾ വരുമ്പോ ഞാൻ മാറി നിന്ന് കരയും. എന്നെ കാണാൻ മാത്രം ആരും വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടും പപ്പ നീലാമ്മേ, നിങ്ങളിങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചോണ്ടിരുന്ന കുഞ്ഞിത് കഴിക്കുമോ? അയ്യോ, ഇനി വയ്യ. മുൻപേ ഉള്ള സ്വഭാവം ഈ അമ്മച്ചിക്ക്. തല്ലി തീറ്റിക്കും. ഒരുവിധം നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഇന്ന് അടുക്കളയിൽ കയറുമെന്ന് തോന്നി. കിടന്നതിൽ പിന്നെ ഇന്നാ ഇങ്ങനെ നിരുന്ന് കണ്ടത്. ഞാനും കുറെ കാലത്തിനിടയ്ക്ക് ഉള്ളു തുറന്ന് ചിരിച്ചതും വയറ് നിറയെ കഴിച്ചതും ഇന്നാ. ബോർഡിംഗ് ഹൗസിൽ ജോലിക്കാരെ വിളമ്പിത്തരാ, അവർക്കിഷ്ടമുള്ളത്. വീട്ടിൽ വന്നപ്പോ വിശപ്പേ ഇല്ലാതായി. റോസി ഇല്ലേ അവിടെ? അവരേ ഉള്ളൂ. എന്റെ പപ്പ ആന്റിയെ തടവിലിട്ട പോലെയാ. ഒരിടത്തും അയക്കില്ല.
ആർക്കോ വേണ്ടി ജീവിക്കുന്നവരെ കാണുമ്പോ എനിക്ക് സങ്കടം തോന്നും. ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ കരച്ചില. കുഞ്ഞിനറിയാമോ, നിന്റെ അപ്പൂപ്പനുണ്ടായിരുന്ന കാലത്ത് നിന്റെ ആന്റിയെ ഇങ്ങേർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഉറപ്പിച്ചതാ. നിന്റെ അപ്പനാത് തെറ്റിച്ചത്. ചുമ്മാരി പിള്ളേരോട് കണ്ടോ പോകുന്നത്? ഞാനൊന്നും പറയുന്നില്ല. വാ, കഴിച്ചെങ്കിൽ മോളെ എണീറ്റോ. ആ എന്റെ ഉമ്മാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് എന്നോട് പിണങ്ങി. ഇല്ല സൈനബ, എനിക്ക് നിന്നോട് പിണക്കമില്ല. ഉണ്ട്. ഇല്ല, ഒരു പിണക്കമില്ല. നീനെ ആന്റി ഇവിടെ അടച്ചു പൂട്ടിയിരിക്കുക. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും കടന്നില്ലല്ലോ. അവൾ എങ്ങും പോകാറില്ല മോളെ. ആ, അത് കൊള്ളാം. കഴിഞ്ഞ തവണ ഞാൻ അവളെ ബാംഗ്ലൂരിൽ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നാൽ അവൾക്ക് നീനെവിടെ? മേലെ മുറി കാണും. നീനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്കൊരു സമാധാനമായി. എന്റെ മോള് കയർ പൊട്ടിക്കായിരുന്നു. അവക്ക് നീനോട് ബാംഗ്ലൂർ ചേരണമെന്ന്. ഞാൻ കുളിക്കാണ്. വാതിൽ തുറക്കടി. നീ കുളിച്ചു വരുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല. ബഹളം വെക്കാതെ രതി, ഞാനിപ്പോ വരാം. എന്നാ ഞാനിത് പൊളിക്കും. എടി 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 എടി, വാതിൽ തുറക്കടി. എടി പെണ്ണ് ആഹാ, നീ ഒന്നുകൂടി കൊഴുത്ത് സുന്ദരിയായിരിക്കുന്നല്ലോ. ബാംഗ്ലൂരിൽ നിനക്ക് എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടടി? എനിക്ക് അങ്ങനെ ആരുമില്ല. അപ്പൊ പിരിയാ? ഹോസ്റ്റലില്ലേ താമസം? ആരാ നിന്റെ ബോയ് ഫ്രണ്ട്? ചൂട് ഭക്ഷണത്തരം പറയാതെ, അപ്പുറത്ത് ആളുണ്ട്. എന്നാ നീ എന്റെ വീട്ടിലോട്ട് വാ. വീഡിയോയില് നല്ല ഫോറിൻ കാസറ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസ് ലെസ്ബിയൻ. നിനക്ക് ഈ സെക്സ് അല്ലാതെ മറ്റൊന്നും സംസാരിക്കാനില്ലേ? ഞാൻ രതിയാണ്. സെക്സ് ഐ ഹാവ് ടേസ്റ്റ് ഫോർ ബോത്ത്. കാണിട്ടിട്ട് നിന്നെ മുഴുവൻ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഇനി എവിടെ കിടക്കാൻ മോളെ, മോളെ നീനെ വാ. അയ്യോ ആന്റി, നിങ്ങളേതാ? എന്റെ മോളാ. ഇന്നലെ വരെ സീതയാക്കാന്റെ ഹക്കിൽ നിന്ന് നടന്നൂറ്റുങ്ങളാ ഇപ്പൊ അത്താണിന്റെ പിന്നാലെ വാലായിട്ട് നടക്കണത്. ബീവിന്റെ മോള് കൊള്ളാം. തുടങ്ങിയിട്ടില്ല സീതാക്കാന്റെ കഴിക്കാ. ഓനെ ഞാൻ ഷെഡി കയറ്റിയില്ലേ? ഈന്റെ തുടക്കം എന്റെ കഴിക്കാ. എന്താ ചോദിച്ചു നോക്കാം. പല്ല് മുറിയെ പണിയെടുക്കുമ്പേ പല്ല് മുറിയെ തിന്നണം. തട്ടിക്കോ. ഇത് പൊരിച്ച കരിമീൻ, കറി വെച്ചതാ ഫിഷ് മോളി. ഇനി ഫിഷ് മോം വേണം. ചെമ്മീൻ വരച്ചത് എടാ, ഇവിടെ ഇരുന്നാണോ താൻ ഉണ്ണുന്നത്? എടുത്ത് പുറത്തു കൊണ്ടുപോയി കഴിക്ക്. എടാ പപ്പു, കണ്ട തെരുവ് പിള്ളേരെ പിടിച്ചിരുത്താനുള്ളതല്ല ഇവിടുത്തെ അടുക്കള. കാര്യം പോകുന്നില്ലേ? ബാബു ഒന്നും കഴിച്ചില്ലോ. വാങ്ങിക്കൂ. എനിക്ക് വേണ്ട. ഇത് വാങ്ങിക്കണ്ട. ഡാഡി അങ്ങനെയാ, ദേഷ്യം പിടിച്ച വല്ലതും പറയും. ഇത് വാങ്ങിക്ക. വാങ്ങിക്കൂ ബാബു. ആ മൂപ്പനയച്ചെന്ന ചെറുക്കനെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. അവൻ കാരണം ഇവിടെ ഉള്ളവർക്ക് ചീത്തപ്പേര് വന്നു വിടും. ആർക്ക്? നിങ്ങൾ കണ്ണും ചെവിയും പൂട്ടി ഇവിടെ ഇരിക്കല്ലേ? തുറന്നാൽ അപകടമാണെന്ന് കരുതിയ ആ ചെറുക്കനെ ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിടണം. ബഹളം വെക്കാതെ. അവർ നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരില്ല. പോരെ?